മഞ്ചേശ്വരം ദേശീയപാതയിലെ മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനായി ഉദ്യാവര മാടയിൽ നിർമ്മിച്ച വാട്ടർ ചാനലുകൾ സാമൂഹ്യവിരുദ്ധരുടെ ഇടപെടൽ മൂലം പകർച്ചവ്യാധികളുടെ കേന്ദ്രമായി മാറുന്നു. ഇതിനു പുറമെ രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ എത്തുന്നവർ തള്ളുന്ന കോഴി അവശിഷ്ടങ്ങൾ കൂടിയായപ്പോൾ പ്രദേശം നരകതുല്യമായി മാറി. മൂക്കുപൊത്താതെ ഈ വഴി കാൽനടയാത്രക്കാർക്ക് സഞ്ചരിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഡ്രീം ഫ്ലവർ IVF സെന്റർ കേരളത്തിലാദ്യമായി AI എംബ്രിയോസ്കോപ്പി സാങ്കേതിക വിദ്യയിലൂടെ വന്ധ്യതാ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ച 14 വർഷത്തെ പാരമ്പര്യം, 10,000-ലധികം പുഞ്ചിരികൾക്ക് സാക്ഷ്യം വഹിച്ച മികവ്. ഇപ്പോൾ വെറും 60+ മെഡിസിൻ IVF പാക്കേജ് ഡ്രീം ഫ്ലവറിൽ മാത്രം. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കാസർഗോഡ്. ഹൈവേയിൽ നിന്നുള്ള വെള്ളം കുണ്ടുകുളക്കെ അഞ്ചരമാർഗം കടലിൽ ചേരേണ്ടതായിരുന്നു. എന്നാൽ നിലവിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അറവു മാലിന്യങ്ങളും നിറഞ്ഞതോടെ പ്രദേശം ദുർഗന്ധപൂരിതമായിരിക്കുകയാണ്. ഓവുചാലുകളിൽ വെള്ളമൊഴുകുന്നതിന് പകരം പ്ലാസ്റ്റിക് കവറുകൾ, കപ്പുകൾ, നഗരമാലിന്യങ്ങൾ എന്നിവ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇതിനു പുറമെ രാത്രികാലങ്ങളിൽ വാഹനങ്ങളിലെത്തുന്നവർ തള്ളുന്ന കോഴി അവശിഷ്ടങ്ങൾ കൂടിയായപ്പോൾ പ്രദേശം നഗരതുല്യമായി. മൂക്കുപൊത്താതെ ഈ വഴി കാൽനടയാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. മാലിന്യങ്ങൾ ചീഞ്ഞഴുകി വെള്ളം കെട്ടിക്കിടക്കുന്നത് ഡെങ്കിപ്പനി, മലേറിയ തുടങ്ങിയ മാരകമായ പകർച്ചവ്യാധികൾ പടരാൻ കാരണമാകുന്നുവെന്ന് നാട്ടുകാർ ഭയപ്പെടുന്നു. അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചയ്ക്കെതിരെ ജനങ്ങൾക്കിടയിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. രാത്രികാലങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ഈ ഭാഗത്ത് ഉടൻ CCTV ക്യാമറകൾ സ്ഥാപിക്കണം. പരിസരം മലിനമാക്കുന്നവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാനും ഭാരിച്ച പിഴ ഈടാക്കാനും ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകണം. നിലവിൽ തടസ്സപ്പെട്ടുകിടക്കുന്ന മാലിന്യങ്ങൾ ഉടൻ നീക്കം ചെയ്ത് വെള്ളം സുഗമമായി ഒഴുകാനുള്ള നടപടി സ്വീകരിക്കണം. പഞ്ചായത്ത് ഭരണസമിതിയും ആരോഗ്യവകുപ്പും എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. എൻ്റെ പേര് സഞ്ജീവ് ഷെട്ടി, ഉദ്യാവര മാട. ഇവിടെ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും എത്ര പ്രാവശ്യം പോയി പഞ്ചായത്തിലോ അതിന് ബന്ധപ്പെട്ട ആൾക്കോട് പറഞ്ഞെങ്കിൽ ഇങ്ങനെ പരിഹരിക്കാൻ വേണ്ടി വരുന്നില്ല. ഉദാഹരണക്ക് ഇതൊരു വാട്ടർ ചാനലാണ്. ഇതൊരു ഡോക്യുമെൻ്റ് പ്രകാരം 12 ഫീറ്റിൻ്റെ വാട്ടർ ചാനൽ റിസർവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ ആകെ ഉള്ളത് ഇപ്പോൾ 2 ഫീറ്റിൻ്റെ അകലം. അതിലും തൊട്ടടുത്ത എല്ലാവരും കൂടി കച്ചറ ഇട്ട് ആ വാട്ടർ ചാനലിന് ചാക്ക് കൊണ്ട് മൂടി ജനങ്ങൾക്ക് ഈ റൂട്ടിൽ നടക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ സ്മെല്ല് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റാത്ത പരിസ്ഥിതി ഒന്നായാൽ, രണ്ടാമത് ഇടീ കുഞ്ചത്തൂർ ഗ്രാമത്തിൻ്റെ കൂടുതലായ വെള്ളം പോകുന്ന ഒരു വാട്ടർ ചാനലാണിത്. ആ വാട്ടർ ചാനലിൽ ആ വെള്ളം പോകാൻ പറ്റാതെ കൊണ്ട് ആ വെള്ളം മറിഞ്ഞുകൊണ്ട് തൊട്ടടുത്ത എല്ലാ വീട്ടിലേക്കും എല്ലാ കിണറ്റിലേക്കും ഈ വെള്ളം കയറി കിണറ്റിനെ മലിനമാക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വാട്ടർ അതോറിറ്റിക്കാരോ അല്ല പഞ്ചായത്തുകാർ ഈ വാട്ടർ ചാനൽ റിസർവ് അതിൻ്റെ ഡോക്യുമെൻ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. 12 ഫീറ്റിൻ്റെ വാട്ടർ ചാനൽ റിസർവ്. അതിന് എത്രയും പെട്ടെന്ന് ആ വാട്ടർ ചാനൽ ക്ലിയർ ആക്കി കൊടുത്തെങ്കിൽ ഈ മിക്കവാറും പ്രോബ്ലം സോൾവ് ആവാൻ സാധ്യതയുണ്ട്. അബ്ദുൾ റഹ്മാൻ, ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.